വീണ്ടും ഐസനിലേക്ക് പോകാം. ഐസൻ, ഈ ശക്തമായ അനധികൃത കുടിയേറ്റ വിരുദ്ധ നയം, മറ്റൊന്ന് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തും, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാവുന്ന വിഷയങ്ങളെല്ലാം പരിഹരിക്കും. ട്രംപ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കൃത്യമായൊരു പദ്ധതിയോടെയോ അദ്ദേഹത്തിൻ്റെ ചുമതലയേൽക്കൽ? തീർച്ചയായും കൃഷ്ണരാജ്, ഒരു വ്യക്തമായ പദ്ധതി അദ്ദേഹത്തിനെ ചുമതലയേൽക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള റാലിക്ക് മുൻപ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രചാരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കിപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, ഈ അമേരിക്ക എന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഈ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായിരിക്കും അത്. ഡ്യൂറ്റ് ഐസൻഹവറുടെ കാലത്തുണ്ടായിരുന്ന നാടുകടത്തലിനേക്കാൾ വലിയ നാടുകടത്തൽ. അതായത് വൻതോതിൽ ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയവരെ എല്ലാവരെയും നാടുകടത്തും എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്. അത് അമേരിക്കൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ കുടിയേറ്റക്കാർ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സംഘടിത ശ്രമങ്ങൾ നടത്തുകയും അത്തരത്തിൽ ഒരു അമേരിക്കയുടെ മാനവികവും മനുഷ്യാവകാശപരവുമായ ചില ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്ന കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതൊരു മുതലെടുപ്പിൻ്റെ രീതിയാക്കി കുടിയേറ്റക്കാർ മാറ്റുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് വൻതോതിൽ അവിടെയുള്ള ജനതയ്ക്ക് അവരോട് വെറുപ്പുണ്ടാവാനുള്ളൊരു സാഹചര്യമുണ്ടായത്. ഈ വെറുപ്പിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, ഇവർ അനധികൃതമായി കുടിയേറി വന്നിരിക്കുന്നു, തങ്ങളുടെ വൻതോതിലുള്ള നികുതി ചുമത്തുന്ന, ഇവർക്ക് നികുതി ചുമത്തുന്നില്ല, പക്ഷേ വൻതോതിൽ നികുതി ചുമത്തുന്ന അമേരിക്കൻ പൗരന്മാരുടെ ആ നികുതിയുടെ നേട്ടം അവർ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അതിനെ കൂടുതലായി അവർ പരിഗണിക്കപ്പെടുന്നു എന്ന പരാതികളെല്ലാം തന്നെ അമേരിക്കൻ ജനതയ്ക്കുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, ഈ അനധികൃത കുടിയേറ്റക്കാർ വൻതോതിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതാണ്. തീരെ പ്രതീക്ഷിക്കാനോ അംഗീകരിക്കാനോ ആവാത്ത കടുത്ത കുറ്റകൃത്യങ്ങളിൽ അവർ ഏർപ്പെടുന്നു എന്നത് ഏറെ ഗുരുതരമായൊരു വിഷയമായി അമേരിക്കൻ സമൂഹം നോക്കിക്കാണുന്നുണ്ട്. ഈ ഒരു വിഷയത്തിന് അന്തിമ പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ കുടിയേറ്റക്കാരെ മുഴുവനും ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ടോം ഹോമനെ ഈ കാര്യത്തിനായി അദ്ദേഹം നിയമിച്ചിരിക്കുന്നു. അദ്ദേഹം വളരെ കർശനമായ നിലപാട് 2 ദിവസം മുമ്പ് അറിയിക്കുകയും ചെയ്തു. 21-ാം തീയതി മുതൽ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് അതോറിറ്റികളെല്ലാം തന്നെ കൃത്യമായി ഇതിനുള്ള പരിശോധനകൾ ആരംഭിക്കും. ആ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ അവർ ആരൊക്കെയാണോ ഡോക്യുമെൻറ്റുകളില്ലാതെ അവിടെ തങ്ങുന്നത് അവരെ എല്ലാവരെയും തന്നെ അതത് നാടുകളിലേക്ക് തിരിച്ചയക്കുമെന്ന കർശനമായൊരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പല രാജ്യങ്ങളിൽ മെക്സിക്കോയിൽ നിന്നെല്ലാം തന്നെ വൻതോതിൽ ഇത്തരത്തിലുള്ള ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ആ അതിർത്തികളുടെ വിഷയവും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ആ അതിർത്തികളിലൂടെ മയക്കുമരുന്നും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരും കടന്നു വരുന്നൊരു സാഹചര്യം അമേരിക്കയിലേക്കുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ആദ്യമുണ്ടായിരുന്നപ്പോൾ മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മെക്സിക്കൻ അതിർത്തിയിലെ കർശനമായ നിയന്ത്രണം നടപ്പാക്കുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാനഡയ്ക്ക് നികുതി ചുമത്തുമെന്നും അറിയിച്ചിരുന്നു. 25% കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്കയിൽ നികുതി ചുമത്താനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുന്നു. സ്വാഭാവികമായും അമേരിക്കയുടെ തനത് ഉത്പാദനത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു നീക്കമുണ്ടാകും. 10% നികുതി ചൈനയ്ക്കും ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രശ്നം, അതായത് കാനഡയ്ക്ക് ഇത്തരത്തിൽ നികുതി ചുമത്തുമെന്ന ഒരു നിലപാട് ട്രംപ് എടുത്തതോടെ കാനഡയുടെ രാഷ്ട്രീയം തന്നെ കലങ്ങിമറിഞ്ഞു. അവിടെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങളെത്തുന്ന ഒരു പശ്ചാത്തലം വരെ ഉണ്ടായി എന്നതാണ് ട്രംപിൻ്റെ നിലപാടുകളുടെ ശക്തി എന്ന് പറയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആ ശക്തമായ നിലപാട്, അധികാരമേൽക്കുന്നതിന് മുമ്പുള്ള നിലപാടുകൾ തന്നെ പല രാജ്യങ്ങളിലും രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകരും ഓരോ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെ നിരവധിയായ മറ്റു വിഷയങ്ങളുണ്ട്. അതായത് കുടിയേറ്റക്കാരുടെ വിഷയങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നതെങ്കിൽ കൂടി മറ്റു ചില നയപരമായ നടപടികൾ, അതായത് സാമ്പത്തിക ശാക്തീകരണത്തിനുള്ള നടപടികൾ, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോയിറ്റേഷൻ്റെ അല്ലെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള സാമ്പത്തിക രംഗത്തെ വൻതോതിൽ ശാക്തീകരിക്കുന്ന അമേരിക്കയെ മഹാരാജ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായി ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അത് വളരെ കൃത്യമായി ഇന്നലെ നടന്ന റാലിയിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ഇനി നടക്കാൻ പോകുന്ന ഈ അധികാരമേറ്റെടുക്കലിന് ശേഷം അദ്ദേഹം അഭിസംബോധന ചെയ്യുകയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലും മറ്റു കൂടുതൽ നടപടികളെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൻ്റെ കാര്യത്തിൽ ഇലോൺ മസ്കിനെ നിയമിക്കുന്നു. ഭാരതീയരായ സഹപ്രവർത്തകരുടെ ഒരു നിര തന്നെ അദ്ദേഹത്തിനുണ്ട് എന്നതാണ് മറ്റൊരു വിഷയം. അത് വളരെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് മേധാവിയായി തുളസി ഗബാർഡ് അത്തരത്തിലുള്ള ഇൻ്റലിജൻസിലും അതുപോലെ തന്നെ മറ്റു അറ്റോർണി ജനറലെല്ലാം തന്നെ ഭാരതീയ വംശജരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്.